ഹലോ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 23 ഇന്ന് ഞായറാഴ്ചയാണ്. ഞാൻ വീട്ടിലുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഇവിടെ നമ്മുടെ വീട്ടിലൊരു പൂച്ചയുണ്ട്. പൂച്ചയുടെ പേര് കുട്ടു എന്നാണ്. കുട്ടു വിചാരിച്ചിരിക്കുന്നത് ഉച്ചയ്ക്കുള്ള ആഹാരം എല്ലാം റെഡിയായി കാണും എന്ന് വിചാരിച്ച് വന്നിട്ട് നമ്മുടെ അടുത്ത് ആഹാരം ചോദിക്കുകയാണ്. കൂട്ടുകാരെ ഒന്ന് കാണണം, ഇവിടെ കുട്ടു എന്ന് പറയുന്നൊരു പൂച്ചയെ കാണണം. ആഹാരം ഒന്നും റെഡി ആയിട്ടില്ലടാ കേട്ടോ. ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് മുട്ടക്കറിയാണ്. കണ്ടില്ലേ, മുട്ട നമ്മൾ പുഴുങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. മുട്ട നല്ലപോലെ പുഴുങ്ങിയിട്ടുണ്ട്. ഇത് ലൈറ്റായിട്ടൊന്ന് ഈ വെള്ളം ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ മുട്ടയെല്ലാം പൊളിച്ച് മാറ്റുന്നതായിരിക്കും. ഇനി മുട്ടയ്ക്ക് വേണ്ടിയുള്ള ഉള്ളി അരിയണം. ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ. അത് ഇനി 3 കഷ്ണം ഉള്ളി മാത്രമേ ഉള്ളൂ. ഉള്ളി ഈ ഒരു ടെക്സ്ചറിൽ നോക്കുക. അതെ, ഈ ഒരു രീതിയിലാണ് ഉള്ളി അരിയേണ്ടത്. അതല്ലേ, കണ്ടില്ലേ കൂട്ടുകാരെ, നല്ല രീതിയിൽ ആവിയൊക്കെ പറക്കുന്ന കാണാം. മുട്ടക്കറി റെഡിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ ഈ പൂച്ച നമ്മൾ സൗണ്ട് ഉണ്ടാക്കും, അതേപോലെ സൗണ്ട് ആക്കും. കുട്ടു, ഇനി കറിക്ക് ആവശ്യമായ ഇത് കണ്ടില്ലേ, പച്ചമുളക്. കൂട്ടുകാരെ അതെ, നമ്മൾ തക്കാളി, നല്ല പഴുത്ത തക്കാളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഉള്ളിയും നമ്മൾ കട്ട് ചെയ്ത് അത് റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ട നീളത്തെ. ഒരു ഫൈൻ ചോപ്ഡ് ഓണിയൻ. കൂട്ടുകാരെ അതെ, ഇഞ്ചി ഒരു ചെറിയ ഇഞ്ചി എടുക്കണം. പിന്നെ വെളുത്തുള്ളി, അത് നമ്മൾ കഴുകി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്. അരിഞ്ഞതാ ഈ ഒരു പരുവത്തിലാണ് അരിയേണ്ടത്. പിന്നെ തക്കാളിക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇത്. തക്കാളി, ഈ പച്ചമുളക് ഇങ്ങനെ വര ഇട്ടാണ്ട് വരഞ്ഞതേ ഉള്ളൂ, ഇങ്ങനെ വരഞ്ഞ് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കുന്ന ആ ഒരു പ്രൊസീജിയറിലേക്ക് പോവാം. തക്കാളി ഇപ്പം ഭയങ്കര എക്സ്പെൻസീവാണ്, നല്ല വില കൂടി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ 2 തക്കാളി മാത്രമേ എടുത്തുള്ളൂ. ഇപ്പം കിലോയ്ക്ക് 110 രൂപയാണ് വില. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടല്ലേ, നമ്മൾ ഇത് വയ്ക്കുക. ഇതൊക്കെയാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. സ്റ്റവ് കത്തിച്ച് അതിലേക്ക് ചീനിച്ചട്ടി, അലുമിനിയം ചീനിച്ചട്ടിയാണ് വയ്ക്കുക. ഇത് ചൂടാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂടായതിനു ശേഷം നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ചക്കിയിലാട്ടിയ വെളിച്ചെണ്ണ. ചൂടാവുമ്പോൾ അതിൽ ഇങ്ങനെ കുമിളകൾ വരുന്ന കാണാൻ പറ്റും, കണ്ടില്ലേ. എണ്ണ ചൂടായിട്ടുണ്ട്. കടുകിടാം. നമുക്ക് കടുകിട്ടു. ആ കടുകിട പൊട്ടാൻ തുടങ്ങി. ഇനി ടപ്പ് എന്ന് പറഞ്ഞാൽ പൊട്ടും. ഇത് ദൂരോട്ടൊക്കെ വരും. നമ്മൾ സൂക്ഷിച്ച് നിൽക്കുക. ചൂട് എണ്ണയിലാണ്, കണ്ടില്ലേ. പൊട്ടിയിടാം, ഇങ്ങോട്ട് തെറിച്ച് വരുന്നുണ്ട്. മാറി നിൽക്കുക, കണ്ടില്ലേ. കണ്ടില്ല, നമ്മളെന്തായാലും ദൂരോട്ട് മാറി നിൽക്കുക. ആ സമയത്ത് അടുത്ത് നിൽക്കാൻ പാടില്ല, പുകയുന്നുണ്ട്.
ഇങ്ങനെ വെളിച്ചെണ്ണ ചൂടായതിൻ്റെ പുകയാണ്. ഇനി അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ഇടുക. കണ്ടില്ലേ, അതിട്ട് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ആവണ്ട, ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. ഇത് നല്ല രീതിയിൽ മൂക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സവാളയാണ് ഇടേണ്ടത്. സവാള ഇവിടെ റെഡിയായിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ, അടുത്ത ഇതാണ്. അതൊരു ബ്രൗണിഷ്, ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആ ഒരു ഇതിലെത്തി വരുമ്പോൾ നമ്മളതിലേക്ക് നമ്മൾ ഉള്ളി ഇടുകയാണ്. സവാള അരിഞ്ഞത്. നമ്മൾ ഉള്ളിയെന്നും പറയും, സവാളയെന്നും പറയും. അത് അരിഞ്ഞതും ഇട്ട് ഇനി ഇത് വഴക്കണം. ഇനി അതിലേക്ക് നമ്മൾ ഉപ്പിട്ടു. നമ്മൾ ഈ ഉപ്പിട്ടത് ആ ടേസ്റ്റിന് വേണ്ടിയല്ല, എളുപ്പം വഴലാൻ വേണ്ടിയാണ്. ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ഗോൾഡൻ ആ ഒരു രീതിയിൽ വഴറ്റി കിട്ടും. പെട്ടെന്നാണ് അത് വഴലുന്നത്. ഇത് നല്ല രീതിയിൽ വഴണ്ട് വരണം. ഇല്ലേ, ശബ്ദം കേൾക്കാമല്ലോ. ഇതിൽ ഞാനൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യാം. ഇല്ലേ, നമ്മൾ ഈ ഉള്ളി എളുപ്പം വാടാൻ വേണ്ടി നമ്മൾ ഇത് അടപ്പ് വെച്ചൊന്ന് അടച്ചു വയ്ക്കാം. ഇത് പെട്ടെന്ന് വാടി ഒന്ന് കിട്ടും. ഇനി നമ്മൾ അതിലേക്ക് പച്ചമുളക് ഇടുന്നു. നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫ്ലെയിം. അധികം നമ്മൾ ഹൈ ഫ്ലെയിം ഒന്നുമല്ല വെച്ചേക്കുന്നത്. ഇതൊന്ന് വാടിക്കിട്ടണം. നമ്മൾ ഇത് അടപ്പ് വെച്ച് അടയ്ക്കുക. നല്ലൊരു വാടി കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ഇടുകയാണ്. ഇതിനകത്തിപ്പോൾ നമ്മൾ മസാല ഒന്നും ഇട്ടിട്ടില്ല. ഇതിൽ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇത്ര മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതെല്ലാം വഴണ്ട് വരുമ്പോൾ എന്തൊരു നല്ല മണമാണെന്നറിയാമോ കൂട്ടുകാരെ. നല്ല രീതിയിലൊരു ഗോൾഡൻ ബ്രൗണായി ഇരിക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ കറിവേപ്പില, വീട്ടിലെ കറിവേപ്പിലയാണിത്. കണ്ടില്ലേ, അത് നല്ലതൊന്ന് നമ്മളിപ്പോഴാണ് അതിൻ്റെ ഒരു കറിവേപ്പില ഇടുന്നത്. അതിൻ്റെ മണവും അതിൻ്റെ ടെക്സ്ചർ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ്. ഇതൊന്ന് വഴണ്ട് നല്ല ഇത് ഒന്ന് റെഡിയാവണം. അത് കഴിഞ്ഞിട്ട് മസാല ഇടുന്ന ഭാഗം നമുക്കിവിടെ കാണാം. എന്നിട്ട് അടപ്പ് വെച്ച് അടച്ചു നമ്മളിനി മസാല ഇടാൻ പോകണം. ആദ്യം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയാണ്, ഇതൊന്ന് അതിലേക്ക് മല്ലിപ്പൊടി ഇടുന്നു.
2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. മല്ലിപ്പൊടി. വായിൽ വെള്ളം വരുന്നു, അതുകൊണ്ടാണ്. അങ്ങനെ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ. ഇതാണ് കാശ്മീരി ചില്ലി പൗഡർ. നല്ല നിറവും ഞാനാണ് മിക്സ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഗരം മസാല പൗഡർ, ഇതെല്ലാം ഇനി അമ്മ മിക്സ് ചെയ്യുന്നതായിരിക്കും. നല്ലപോലെ മിക്സ് ചെയ്യണം. ഈ മസാലയൊക്കെ ഒന്ന് മൂക്കണം. ഇട്ടേക്കുന്ന ഉള്ളിയും ഇതെല്ലാം തക്കാളിയും ഇതെല്ലാം ചേർന്ന് മസാലയെ മൂക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് ചെറിയൊരു നമ്മുടെ ഈ ചിക്കൻ കറിയുടെ ആ ഒരു ടേസ്റ്റ് വരുന്നതിനായി നമ്മൾ ഇടാൻ പോകുന്നത് ചിക്കൻ മസാലയാണ്. നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നത് കിച്ചൺ ട്രഷേഴ്സ് എന്ന പുതിയൊരു മസാല ഇതാണ്. സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നിർമ്മിച്ച അവരുടെ ഒരു പുതിയ സംരംഭമായ മസാലപ്പൊടിയുടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ചിക്കൻ മസാല. മസാലയുള്ള ഒന്ന് മൂക്കുന്നതിന് എന്ത് നല്ല മണമാണ് കിട്ടുന്നത്. നല്ല രീതിയിൽ ഇതൊന്ന് വഴണ്ട് കിട്ടണം. ഈ ഒരു പരുവത്തിൽ നമ്മളിപ്പം ഈ മസാലയൊക്കെ മൂക്കുമ്പോൾ നമ്മളതിലേക്ക് അടുത്തത് വെള്ളമാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് വെള്ളം നല്ലെണ്ണം ചേർക്കുക. നമ്മൾ കുറച്ചുകൂടെ ഉപ്പിടുന്നതാണ്. സ്വാദാനുസാർ, നമ്മൾ ഹിന്ദിയിൽ പറയുമ്പോൾ സ്വാദാനുസാർ എന്ന് പറയും. ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ ഉപ്പിടുന്നു. നമ്മൾ ലേശം ഉപ്പാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. നമ്മൾ ലാസ്റ്റ് നമ്മുടെ റോസ്റ്റ് റെഡിയായി വരുമ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. അതിനകത്ത് ഉപ്പ് കറക്റ്റാണോ അല്ലയോ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യും. ഇപ്പം 2 നുള്ള് ഉപ്പാണ് ഇട്ടേക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കാം. നമ്മൾ റോസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മളിപ്പം തിക്ക് ഗ്രേവി ആയിട്ട് വരുന്നതിന് വേണ്ടി നമ്മളിപ്പം ചേർത്തേക്കുന്നത് ഒരു 1½ ഗ്ലാസ് വാട്ടറാണ്. 1½ ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത്. ഇതിങ്ങനെ തിളച്ച് ഇതെല്ലാം ഇനി തിളച്ച് റെഡിയാവണം. ഇനി ഇത് നമ്മൾ അടച്ച് വെക്കുകയാണ്. ഗൈസ്, നമ്മളിപ്പോൾ മുട്ട പൊളിക്കുകയാണ്. കണ്ടില്ലേ, നല്ല രീതിയിൽ പുഴുങ്ങിയിട്ടുണ്ട്. മുട്ട ഇങ്ങനെ അതിൻ്റെ തോട് പൊളിക്കുക. നമ്മൾ മുട്ടത്തോടെല്ലാം പൊളിച്ചു. നമ്മളിപ്പം മുട്ടത്തോട് പൊളിച്ചിട്ട് ഇനി ആ മുട്ട നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലിപ്പോൾ മുട്ട നമ്മളിങ്ങനെ ഇട്ടു. അതിപ്പം ഇതിനകത്ത് കറിയുടെ കൂടെ ഇതിനകത്ത് വന്ന് നമ്മളിങ്ങനെ എടുത്ത് വയ്ക്കുക. ഈ കറി 5 മിനിറ്റ് നമ്മൾ അടപ്പ് വെച്ചൊന്നും അടയ്ക്കേണ്ട. ഇതേ രീതിയിൽ തുറന്ന് തന്നെ ഈ തിളച്ച് ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് പറ്റും.
പിന്നെ കറി ഇങ്ങനെ തിക്കായിട്ട് വരും. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് റോസ്റ്റ് ആവും. ലാസ്റ്റിന് നമുക്ക് കാണാം. ഈ സമയത്ത് നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോയിൽ കണ്ട പൂച്ചയില്ലേ, കുട്ടു, നേരത്തെ നമ്മൾ കാണിച്ചില്ലേ ഈ വീഡിയോയിൽ, കുട്ടുവിൻ്റെ കൊച്ചുനാളത്തെ എടുത്ത ഫോട്ടോ ആണ്. കണ്ടില്ലേ, 2 വർഷം മുമ്പ് എടുത്ത വീഡിയോ ആണ്. അന്ന് ഈ കുട്ടു ഇത്രയേ ഉള്ളായിരുന്നു. ചെറിയൊരു പൂച്ചയായിരുന്നു അത്. നമ്മുടെ വീട്ടിൽ തന്നെ വളർന്നത്. ഭയങ്കര സ്നേഹമുള്ളൊരു പൂച്ചയാണ്. കണ്ടില്ലേ, ഭയങ്കര കുരുത്തക്കേടാണ്. നമുക്ക് പുറത്ത് പോയി നോക്കിയാൽ ഇപ്പോൾ അത് പുറകെ ഇരിപ്പുണ്ടായിരിക്കും. നമ്മൾ വിളിക്കുമ്പോൾ ഓടി വരും. അങ്ങനെയാണ് ഈ പൂച്ച. കണ്ടില്ലേ, ഏകദേശം കറി ഇപ്പം റെഡിയായി വരുന്നുണ്ട്. കണ്ടില്ലേ കൂട്ടുകാരെ, ഇത് തിളച്ച് നല്ല രീതിയിൽ റോസ്റ്റാണ്. അവസാനം നമ്മൾ ഇതിലേക്ക് മല്ലിയില ഇങ്ങനെ കൊത്തി എരിഞ്ഞത് ലാസ്റ്റിന് നമ്മൾ മല്ലിയില ഇതിനകത്ത് ഇടും. നമ്മൾ ഇതിലേക്ക് മല്ലിയില ഇടുന്നു. റോസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുന്നു. നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി. ഓക്കെ ഗൈസ്, മുട്ട റോസ്റ്റ് ഞായറാഴ്ച നമ്മുടെ സ്പെഷ്യൽ മുട്ട റോസ്റ്റാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, എന്നിട്ട് നോട്ടിഫിക്കേഷൻസ് ബെൽ അടിക്കുക. ഓക്കെ, ബൈ ബൈ.